പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ പോലത്തെ മലയാളികൾ എല്ലാവരും ഇവിടേക്ക് എത്തിപ്പെടണം ഞാൻ പറയുള്ളൂ. ചിന്തകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ ചെയ്തു പോയിട്ടുള്ളത്. ആലോചിക്കുക, അപ്പം അന്നത്തെ കാലത്ത് വഴിയില്ല, വണ്ടിയില്ല, യാതൊരുവിധ ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ലാത്ത കാലത്ത് ഇത്രയും വലിയ മലയുടെ മേലെ വന്ന് ആത്മീയ ശാന്തി നേടി തപസ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ സ്വന്തം കാലടിയിലെ ചീവിട്. വിഷ്ണു നക്കി ചെയ്തക്കി എടാ സ്കൂബിനാക്കണ മാതിരി ഞാക്കണേ സ്കൂബിനാക്കണ മാതിരി. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ കണ്ട മാതിരി നമ്മളിപ്പോൾ ഉള്ളത് മൂകാംബികയിലാണ്. അപ്പോൾ മൂകാംബിക ദേവീനൊക്കെ തൊഴുത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് എവിടേക്കാണെന്നറിയോ? എവിടേക്കായിരിക്കും നമ്മൾ ഇനി പോണത്? കുടജാദ്രിക്കാണ് ഗൈസ്. കുറേ നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന കുടജാദ്രി ട്രിപ്പാണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ കാണാൻ പോണത്. അപ്പോൾ കുറേ അഡ്വഞ്ചറായിട്ടുള്ള യാത്രകളാണ്, ജീപ്പിലാണ് അങ്ങോട്ട് പോണത്. പോയവർക്കൊക്കെ അറിയാം, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശങ്കരാചാര്യർ പോയി ഇരുന്നിട്ടാണ് മൂകാംബിക അമ്മേനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അവിടെ നിന്നിട്ട് കൊണ്ടുവന്നത്. ആ കഥകളൊക്കെ ആർക്കെങ്കിലും അറിയോ? അപ്പം നമ്മുടെ സ്വന്തം ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത ആ ഒരു സ്പോട്ട് കാണണമെന്നും അവിടെ കുറച്ചേരം ഇരിക്കണം എന്ന് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമാണ് ഗൈസ്. അപ്പോൾ ആ ആഗ്രഹം ഇന്ന് തീർക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നേരം അല്ലേ ഗൈസ്? അപ്പോൾ നേരെ ഇനി ജീപ്പിൽ കയറിയിട്ട് അഡ്വഞ്ചർ ട്രിപ്പും പിന്നെ അവിടെ പോയിട്ടുള്ള കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് നേരെ വരാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ടാറ്റാ. ജീപ്പിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടുള്ള കാണാൻ പോണം, അതിനൊരു സന്തോഷം. എനിക്കുണ്ടോന്നോ ഒന്നും മിണ്ടല്ലേ? പേടിച്ചിട്ടാ? എന്തായാലും ട്രക്കിങ് തുടങ്ങിയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ ഡ്രൈവർ ചേട്ടണ്ടാ ഒരേ പൊളിച്ചോണ്ടിരിക്കുക. ഓഫ് റോഡ് കയറി തുടങ്ങിട്ടാ അടിപൊളിയാ. ഇവിടെ സാധാരണൊക്കെ മേലെ പേടിച്ച് സെറ്റായി വന്നോണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? അയ്യോ
നല്ല കോടണ്ട് അവിടെ. കോട കിട്ടിയാൽ മതിയായിരുന്നു. ഓ അടിപൊളി സ്കോർ കേട്ടോ. നല്ല ക്ലൈമറ്റ് കേട്ടാ. അടിപൊളി ക്ലൈമറ്റ്. കണ്ടുകൊണ്ടിരിക്കുന്നത് 2400 വർഷം പഴക്കമുള്ള തൃശ്ശൂരുണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ മൂലസ്ഥാനത്ത് എത്തിക്കട്ടെ. അതായത് കുടജാദ്രിയുടെ മേലെ ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്തിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദേവി കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീ ശങ്കരാചാര്യ കൂടെ ഇറങ്ങി വന്നു ഇവിടെ വരാൻ. അപ്പോൾ ദേവിയുടെ സൗണ്ടൊന്നും കേൾക്കാണ്ടായപ്പോൾ ശങ്കരാചാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി ഇവിടെ ഇരുന്നു. അപ്പോൾ ആ ഒരു മൂലസ്ഥാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ദേവി ഇരുന്ന മൂലസ്ഥാനം. അപ്പോൾ അവിടുത്തെ അമ്പലങ്ങളാട്ടെ. ഇനി നമ്മൾ മേലേക്ക് കയറി ചെല്ലാൻ പോകുന്നത് ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകണം കേട്ടോ. പോവപ്പം നമുക്ക് പോലെ പോണ വഴിക്ക് ഒരുപാട് അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം ശ്രീ ശങ്കരാചാര്യര് അവിടെ നിന്ന് ഇവിടേക്ക് തപസ് ചെയ്യാൻ വേണ്ടി വന്നു. അടുത്ത് മൂകാംബിക ദേവിനെ പ്രത്യക്ഷപ്പെടുത്തി. എൻ്റെ പൊന്നെ, ആലോചിക്കേ. മേലെ കയറിയിട്ടും അത്യാവശ്യം ഓഫ് റോഡ് നമുക്ക് നടന്ന് കയറാനുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം, അടിപൊളിയായിരിക്കും. വിഷ്ണുക്കെ വേഗം ഓടി പോണു. വിഷ്ണു എങ്ങനെയുണ്ട്?
അടിപൊളി. അത് നോക്കി കേട്ടാ, വീഴല്ലേ, വീഴട്ടാ. അത് വീണ് കഴിഞ്ഞാൽ ഫുൾ ഡാമേജ് ആവും. അങ്ങനത്തെ സ്പോട്ടാണ്. ചാമൻ ചേച്ചിക്ക് ഇതേ നടന്നു വരണ്ട. കുറേ പേര് പോയവർ ഇതേ തിരിച്ചു വരുന്നുണ്ട് അവിടെ നിന്ന്. നടന്ന് നടന്ന് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലല്ലേ, കുറേ ഉണ്ടല്ലോ. പാടളകും. തണ്ടല് റബ്ബറായി. റബ്ബർ തണ്ടല് പിന്നെ എനിക്ക് റബ്ബർ കിട്ടും. ശരിയാ, നിങ്ങളൊക്കെ റബ്ബർ തണ്ടല്ലേ. ഒരുപാട് ദൂരം നടന്ന്, ഒരുപാട് മലകൾ കയറി, ഒരുപാട് സഹനങ്ങൾ സഹിച്ചിട്ടാണ് കേട്ടോ ശ്രീ ശങ്കരാചാര്യ ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ആള് ഈ മല കയറിയ പിന്നല്ലാണ്ട് ഇതിന്റെ മേലെയും തപസ് ചെയ്ത്. അതിന്റെ മേലെ ഇതിന്റെ മേലെയാണ് തപസ് ചെയ്തിട്ട് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നു. അതായത് സ്വന്തം ജന്മന ദേശത്ത് ഇരുത്തുന്നായിരുന്നു ആഗ്രഹദേശം. അതായത് നമ്മുടെ സ്വന്തം കാലടിയിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇവിടെ തപസ് ചെയ്തിട്ടാണ് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയത്. ഈ കഥകളൊന്നും അധികം പേർക്കൊന്നും അറിയുന്നില്ല. പക്ഷെ ഇവിടം വരെ എത്തിപ്പെടാൻ എന്തോരം കഷ്ടപ്പെടുന്ന ആലോചിക്ക്. ഇവിടെ എത്തി നല്ല സ്പോട്ടില്ല വിഷ്ണു. അയ്യാ, ഗംഭീര സ്പോട്ട് കേട്ടാ. വിഷ്ണൊക്കെ അവിടെ ഇരിപ്പായിട്ടാ. എന്തായി കഥച്ചാ? ചേച്ചി ചെറുതായിട്ട് കഴിച്ചല്ലേ? അയ്യോ, അടിപൊളി സ്പോട്ടല്ലേ. ഇത് നമുക്ക് കയറി കയറിയിട്ട് അവിടേക്കാണ് കയറിണ്ട് പോകാനുള്ള കേട്ടോ. കുറേ പോകണ്ടല്ലേ. അടിപൊളി, വണ്ടർഫുൾ മാനിയ. കയറിയല്ലോ കൃഷ്ണ, ചാടി കയറാ. അതെ, സ്ലിപ്പായി എഴുതിട്ടാ, സൂക്ഷിച്ചു വാ. അടിപൊളി. ഗൈസ്, അപ്പോൾ ഇനിയും ഒരുപാട് കയറാണ്ടിട്ടാ. കിതച്ച് ഇങ്ങനെ നിൽക്കണം. മേലേക്ക് എത്തണം. ഓക്കെ, അയ്യോ അടിപൊളി. കാണിച്ചാൽ നമ്മളെ പോലത്തെ മലയാളികൾ എല്ലാവരും ഇവിടേക്ക് എത്തിപ്പെടണം ഞാൻ പറയുള്ളൂ. കാരണം എന്താ, അതിനുത്തരം ശങ്കരാചാര്യൻ തന്നെ. അദ്ദേഹം ഇവിടെ വന്ന് ആ ഒരു തപസ് ചെയ്തു, ആ ഒരു ദേവീനെ പ്രത്യക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഭവം അല്ലല്ലേ വിഷ്ണു, അല്ലേ? അത് അന്നത്തെ കാലത്തിട്ടാ. അന്നത്തെ കാലത്ത് ഇവിടേക്കൊക്കെ എത്തിപ്പെടാന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മോനെ അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിന്തകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ ചെയ്തു പോയിട്ടുള്ളത്. ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് നമുക്ക് നടന്ന് കയറാൻ തന്നെ പറ്റുന്നില്ലേ? ആലോചിക്കുക. അപ്പം അന്നത്തെ കാലത്ത് വഴിയില്ല, വണ്ടിയില്ല, യാതൊരുവിധ ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ലാത്ത കാലത്ത് ഇത്രയും വലിയ മലയുടെ മേലെ വന്ന് ആത്മീയ ശാന്തി നേടി തപസ് ചെയ്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇന്ന് നമ്മളീ കാണുന്ന നമ്മുടെ സുഖത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രയത്നിച്ച
നമ്മുടെ മഹത്തായിട്ടുള്ള നമ്മുടെ ആചാര്യൻ, ഞാൻ നമിക്കുന്നു കേട്ടോ അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മുടെ സ്വന്തം കാലടിയിലെ നമ്മുടെ ആചാര്യൻ, വാക്കുകളില്ല കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ച്. ചീവിട് ഭയങ്കരമായിട്ടുള്ള പീസ്ഫുൾ ഏരിയ കേട്ടോ. അതുതന്നെയാണെന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം ആരും ധ്യാനത്തിന് തടസ്സം നിൽക്കില്ല, ശല്യം ചെയ്യാൻ ആരുമില്ല, സ്വസ്ഥമായിട്ട് ധ്യാനം ചെയ്യാം. അതായിരിക്കണം ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പെട്ടെന്ന് ആർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല, അതാണ്. ഭയങ്കര കാട്ടിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ ചുറ്റും കാടാ. നല്ല സൗണ്ട് അല്ലേ. ഇനി നടക്കാൻ പോകുന്നത് ചെങ്കലിൻ്റെ ഗംഭീര കുത്തായ കയറ്റാണ്. ഒന്ന് നോക്കാം, കണ്ടാ. അങ്ങനെ നടന്ന് വേറൊരു നല്ല സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കോടമഞ്ഞൊക്കെ കണ്ടവിടെ ഗൈസ്. ഇനി നടന്ന് അവിടേക്ക് എത്തണം, പോവാം. ഇത്ര ദൂരം നടന്ന് അവസാനം നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ കാണണ്ട ബാക്കിൽ. വെയിൽ കാരണം കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല. നടന്ന് കിതച്ച് വായിൽ വെള്ളം പറ്റി. ഇതാണ് സ്പോട്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം. നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ തപസ്സിരുന്ന നമ്മുടെ അവിടെ വിഷ്ണു കാം ഇവിടെയാണ് നമ്മുടെ ശ്രീ ശങ്കരാചാര്യ തപസ്സിരുന്നത്. ആ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാം. ഈ ഫോട്ടോ എടുക്കൽ തിരക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു കയറാം. ആദ്യം ബാക്കിലെ സ്പോട്ടൊന്ന് കണ്ടുവരാം. ഇതാണ്, അവിടേക്ക് പ്രവേശനമില്ല കേട്ടോ. നമുക്ക് പോവാനേ, ആ ബാഗിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം വീഴുന്നത്. ധ്യാനത്തിലാണോ? കുറച്ച് നേരം ഇവിടെ ഇരുന്നു, മനസ്സിന് ശാന്തിയാക്കിയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് യാത്രയാവാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണ്ട, കാരണം നമ്മളെ കൊണ്ടുവന്ന വണ്ടിക്കാർ നേരത്തോടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അവർക്ക്. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം അല്ലേ.
അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താം. നല്ല കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമായി, മനസ്സും ശരീരവും ശാന്തിയായില്ലേ. കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. പക്ഷെ നമുക്ക് വേറെ വണ്ടിയിലൊക്കെ വന്നോണ്ട് നമ്മളായിട്ട് ആ വണ്ടിയൊക്കെ എടുത്ത് വരാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം കൂടുതൽ കിട്ടിയാണ്. കാശ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വന്നേനെ. ഇതിപ്പോൾ ഒരാൾക്ക് 470 രൂപയാണ്. 6 കിലോമീറ്ററാണ് ഓഫ് റോഡ് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാലുകൊണ്ട് നടന്നു വരേണ്ടത് അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹാപ്പി അല്ലേ വിഷ്ണു? നീ എന്താ നടന്നിരിക്കണേ? യെസ്, വീണ്ടും പോവാം. ചണ്ട വീട്ടിട്ട് കോട്ടയത്ത് നിന്ന് നമ്മൾ ഒരുമിച്ചേട്ടാ വണ്ടിയിൽ ട്രക്കിങ്ങിൽ ഒന്നല്ലേ? എൻ്റെ രാജേഷ് ചേട്ടനുണ്ട്, താഴെ അമ്മയും മോളും അല്ലേ? അവിടെ വെയിറ്റ് ചെയ്തിരിക്കേ. ഒരുപാട് സന്തോഷം എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിൽ. ടാറ്റാ.